വണക്കം. മലയാളത്തിൽ എന്നല്ല, ഏഷ്യയിൽ തന്നെ ഏറ്റവും ഭംഗിയായി ചടുലമായിട്ടുള്ള ഭാഷയിൽ കടിച്ചാൽ പൊട്ടാത്ത രീതിയിൽ ശശി തരൂറിനെ പോലും കവച്ചു വെച്ചുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്ന നിർധനായിട്ടുള്ള യുവാവ്. ആ യുവാവ് കഴിഞ്ഞ ദിവസം ഒരു നിലവിളിയുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള, അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആദരണീയമായിട്ടുള്ള, വളരെയധികം ബഹുമാനിക്കപ്പെടേണ്ട ഒരു സ്ത്രീയായിട്ടുള്ള സുപ്രിയ മേനോനാണ്. സുപ്രിയ മേനോൻ അടക്കം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ ഐ ആം നോബഡി എന്ന് പറഞ്ഞൊരു സിനിമയാണ്. അതോ ഐ നോബഡി ആണോ, എന്തിനോ ഒരു സിനിമ. ആ നോബഡി സിനിമ തിയേറ്ററിൽ ചെന്ന് നോക്കിയപ്പോൾ തിയേറ്ററിലും നോബഡി, അതായത് തിയേറ്ററിലും ആരുമില്ലാത്തൊരു സാഹചര്യമാണുള്ളത്. സുപ്രിയ മേനോൻ അടക്കം പ്രൊഡ്യൂസ് ചെയ്ത ഈ സിനിമ തിയേറ്ററിൽ ഇപ്പോൾ ഈച്ചയെ ആട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ നിർധനായിട്ടുള്ള യുവാവ് അപകടം തിരിച്ചറിയുന്നു. കഴിഞ്ഞ ദിവസം ഈ നിർധനായിട്ടുള്ള യുവാവ് വികാര വിചക്ഷണനായി ഒരു വാർത്താ സമ്മേളനം പോലത്തൊരു സാധനം വിളിക്കുന്നു. അതിനകത്ത് ഇദ്ദേഹം പറയുന്നു, ഞാൻ ആരെയും എൻ്റെ ജീവിതത്തിൽ ദ്രോഹിക്കണം എന്നുള്ള ഒരു സെറ്റപ്പിൽ ഒന്നും ചെയ്തിട്ടില്ല, ഒരു സംഘടനയോ ഒരു സമുദായത്തെയോ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് ആ യുവാവ് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് ആരാണെന്ന് മനസ്സിലായി കാണും. സംഭവം പൃഥ്വിരാജ് സുകുമാരനായിരുന്നു. കഴിഞ്ഞ ദിവസം അളിയൻ കരിഞ്ഞ് നിലവിളിച്ചുകൊണ്ട് വരുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞ അമ്മച്ചിയാണ് മനനിമ്മതി എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു മനനിമ്മതി എനിക്കില്ല. നീ ഒരു പൃഥ്വിരാജ് വിരുദ്ധനാണ് എന്ന് പല ആൾക്കാരും പറഞ്ഞു വരും എന്ന് എനിക്കറിയാം. പൃഥ്വിരാജിൻ്റെ ഫാൻസ് ആയിരിക്കും സ്വാഭാവികമായിട്ടും. അല്ല, അതാണല്ലോ അവരുടെ പണി. ആണെങ്കിൽ അങ്ങനെ തന്നെ, ഞാനൊരു പൃഥ്വിരാജ് വിരുദ്ധൻ തന്നെയാണ്. അത് എന്നു മുതലാണ് ഞാൻ പൃഥ്വിരാജ് വിരുദ്ധനായതെന്ന് ചോദിച്ചാൽ, പണ്ട് ഈ ധനുഷ് ദേവൻ എന്ന് പറയുന്ന ഞാൻ പൃഥ്വിരാജിൻ്റെ ഒരു കൊടികെട്ടിയ ഫാനായിരുന്നു. കൊടികെട്ടിയ ഫാൻ എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ ഏത് സിനിമയും ആദ്യത്തെ ദിവസം ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ പോയി കാണുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാനെന്ന് പറയുന്നത്. പൃഥ്വിരാജിൻ്റെ പാവാട എന്ന് പറയുന്ന സിനിമ, എന്ന് നിൻ്റെ മൊയ്തീൻ എന്ന് പറയുന്ന സിനിമ, ഡാർവിൻ്റെ പരിണാമം എന്ന് പറയുന്ന ചവറ് പടം പോലും ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. ഈ പാവാടയൊക്കെ കാണാൻ പോയപ്പോൾ തൊട്ടപ്പുറത്ത് ഇറങ്ങിയ ഒരു സിനിമയായിരുന്നു വിജയുടെ പുലി. ഈ വിജയുടെ പുലി ഒരു കൂതറ പടമാണെങ്കിലും എൻ്റെ അതിഭീകരനായിട്ടുള്ള വിജയ് ഫാന് അളിയാവാ പുലിക്ക് പോവാം എന്ന് പറഞ്ഞപ്പോൾ പുലി പോടാ അങ്ങോട്ട്, നമ്മുടെ അണ്ണൻ്റെ പടം പോയി കാണട്ടാ എന്ന് പറഞ്ഞ് പൃഥ്വിരാജിൻ്റെ പാവാട എന്ന് പറയുന്ന സിനിമയ്ക്ക് കയറിയ ഒരു വ്യക്തിയാണ് ഞാൻ. ആ സമയത്ത് ഞാനൊരു കൊടികെട്ടിയ പൃഥ്വിരാജ് ഫാനായിരുന്നു. പിന്നെ എന്നു മുതലാണ് ഞാൻ പൃഥ്വിരാജ് ഫാൻ അല്ലാതായി മാറിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇരട്ടത്താപ്പുകളുണ്ടല്ലോ, ഇരട്ട നിലപാടുകൾ, ഇതൊക്കെ വരുമ്പോഴാണ് നമുക്ക് സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഇയാളൊരു മൊണ്ണയാണല്ലോ എന്നുള്ളൊരു തോന്നൽ ഇടയ്ക്ക് വരുന്നത്. സംഭവം ലക്ഷദ്വീപിൻ്റെ കേസിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ലക്ഷദ്വീപിൽ പൃഥ്വിരാജ് വലിയ രീതിയിൽ വാചാലനായി. ലക്ഷദ്വീപിൻ്റെ വിഷയമെന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ അവിടെ നുഴഞ്ഞു കയറുകയാണ് എന്നുള്ള രീതിയിൽ പൃഥ്വിരാജ് വലിയ പോസ്റ്റൊക്കെ ഇട്ടു. ഭയങ്കര കിടിലമായിട്ട് പൃഥ്വിരാജ് ആ സമയത്ത് ഷൈൻ ചെയ്തു. ഇതേ പൃഥ്വിരാജ് തന്നെ അനാർക്കലി സിനിമ എടുത്തു കഴിഞ്ഞ ശേഷം ലക്ഷദ്വീപിലെ ജനങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു ഇൻ്റർവ്യൂ, എനിക്ക് തോന്നുന്നു കൈരളി വി ചാനലിലാണെന്ന് തോന്നുന്നു, പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ജനങ്ങൾ എപ്പോഴും എങ്ങനെയാണ് അവിടെ ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ടെക്നോളജിക്കലി ഒട്ടും അഡ്വാൻസ്ഡ് ആവാത്തൊരു നാടാണ് ഈ ലക്ഷദ്വീപ് എന്ന് പറയുന്നത് എന്ന തരത്തിൽ പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് അല്ലാത്തതെന്ന് പറഞ്ഞാൽ അവർ എല്ലാവരുമായി ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ്. നമുക്കവിടെ പോയപ്പോൾ കിടക്കാൻ സ്ഥലം കിട്ടിയില്ല, പിന്നെ നമ്മൾ ചുരുണ്ടുകൂടി എവിടെയൊക്കെ കിടന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൃഥ്വിരാജ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇങ്ങനെ പറയുകയും, രണ്ടാമത് അവിടെ ഒരു വികസനം അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റ് വരുമ്പോൾ ലക്ഷദ്വീപിനെ ഡെവലപ്പ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതും ഇരട്ടത്താപ്പാണോ? ഇരട്ടത്താപ്പല്ലേ, ഇരട്ടത്താപ്പാണ്. ഇനി അതും പോട്ടെ, ഇനിയിപ്പോൾ പൃഥ്വിരാജിനെ അടുത്ത് മാറ്റി നിർത്താം. ലക്ഷദ്വീപിനെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഫുൽ ഘോഡ പട്ടേലിനെ ഇറക്കി ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ പൃഥ്വിരാജ് മാൽദീവ്സ് എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട്. ആ രാജ്യത്തെ ജനങ്ങൾ, ലക്ഷദ്വീപിലെ ജനങ്ങൾ കുളിക്കുകയല്ല നനയ്ക്കുകയല്ല. നാറ്റം എന്ന് പറഞ്ഞാൽ ഇവന്മാരെ അടുത്ത് പോയി നിൽക്കാൻ പോലും പറ്റില്ല, അവർ കൂതറ ഒരു സെറ്റപ്പാണ് അവിടെ ഉള്ളത് എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ബോളിവുഡിലെ പല സ്റ്റാറുകളും മാൽദീവ്സിനെതിരെ രംഗത്തെത്തി. വലിയ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ മാൽദീവ്സിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ മാൽദീവ്സിലേക്ക് ഹണിമൂണൊക്കെ പാക്കേജ് എടുത്തിരുന്ന ഒരുപാട് ആൾക്കാർ അതൊക്കെ ക്യാൻസൽ ചെയ്ത് രാജ്യസ്നേഹം കാണിക്കാനായിട്ട് നിലവിൽ നിന്നു. അതായത് വേറൊരു രാജ്യം നമ്മളെക്കുറിച്ച് പറയുമ്പോൾ ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന രാജപ്പൻ അതിനെക്കുറിച്ച് മിണ്ടിയില്ല. അതും ഒരു ഇരട്ടത്താപ്പായിട്ട് എനിക്ക് തോന്നി കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നണമെന്നില്ല, കാരണം നിങ്ങൾ എന്നെക്കാട്ടിലും ഭയങ്കര പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം അപ്പുറത്തുള്ളവൻ നമ്മളെ കയറി അടിക്കും ഈ കർണമല്ല, ഈ കർണം കൂടെ കാണിച്ചു കൊടുക്കുന്ന ടീമാണ് നിങ്ങളെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ അത്ര പുരോഗമനവാദിയല്ല, വിശാല മനസ്കനുമല്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല. എനിക്ക് ഇത് സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് എനിക്ക് തോന്നിയത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ പൃഥ്വിരാജിൻ്റെ മുമ്പേ നേരത്തെ ചെയ്തൊരു പാക്കേജ് ഉണ്ട്, ഒരു സ്റ്റോറിയുണ്ട്. ആ സ്റ്റോറിക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ ബ്ലോഗർമാരുടെ അടുത്തോ അല്ലെങ്കിൽ മീഡിയാസിൻ്റെ അടുത്തോ വരുമ്പോൾ മാത്രമേ ഉള്ളൂ രാജപ്പൻ ഈ മസിൽ പിടുത്തം. വേറെ സംസ്ഥാനങ്ങളുടെ ബ്ലോഗർമാരുടെ അടുത്തൊക്കെ പോകുമ്പോൾ ചാടിക്കയറുന്നു, തോളിലിരിക്കുന്നു, ചെവി കടിച്ച് പറിക്കുന്നു, എന്തൊക്കെ ബഹളമാണ് പൃഥ്വിരാജ്. അതേസമയം കേരളത്തിലെ ഏതെങ്കിലും സാറ്റലൈറ്റ് മീഡിയ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ പൃഥ്വിരാജപ്പൻ ഇങ്ങനെ മസിൽ പിടിച്ചിരുന്നിട്ട് പറയും, ഞാൻ എന്തിന് അതിന് ഉത്തരം പറയണം,
ഞാനെന്തിന് ഒരു ക്ലിക്ക് ബൈറ്റ് നിങ്ങൾക്ക് തരണം? നിങ്ങളുടെ ചാനലിൽ എനിക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടോ? ഇല്ല. നിങ്ങളുടെ ചാനലിൽ എനിക്ക് അതുണ്ടോ? ഇല്ല. ഇതുണ്ടോ? ഇല്ല എന്ന് പറയുന്ന രാജപ്പൻ വേറെ ഏത് ചാനലുകളിൽ ഏത് കൂതറ വ്ളോഗറുടെ ഒരു സെറ്റപ്പിലായിരുന്നാലും രാജപ്പൻ ഇവിടെ ഓൺലൈനായിട്ട് കണക്ട് ചെയ്ത് അങ്ങോട്ട് പോകുമെന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പോൾ ഇത് കാണുമ്പോഴും എനിക്ക് ഇയാൾ നമ്മുടെ നാട്ടിൽ മാത്രം ഇങ്ങനെ ഭയങ്കരമായിട്ട് മസിൽ പിടിച്ചിരിക്കുന്നു, വേറെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഇയാൾ അവരുടെ കൾച്ചറുമായിട്ട് ബ്ലെൻഡ് ചെയ്തുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ചിലപ്പോൾ എൻ്റെ മാത്രം തോന്നലായിരിക്കും, ഞാനൊരു മണ്ടനാണല്ലോ, അതുകൊണ്ട് എനിക്ക് തോന്നുന്നതായിരിക്കും. അത് അങ്ങനത്തെ ഒരു സാധനമാണ്. അതിൽ പൃഥ്വിരാജ് ഭയങ്കര പുള്ളിയാണെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അതൊന്നും ഒരു വിഷയമായിട്ട് തോന്നില്ല. ഇത് അടുത്ത കാര്യം. പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴും ഈ പൃഥ്വിരാജ് വന്നിരുന്ന് വലിയ മസിലൊക്കെ പിടിച്ചിരുന്നു പറഞ്ഞത്. അപ്പോഴും പൃഥ്വിരാജ് ഏതോ ഒരു കമ്പനിയുടെ ഏതോ ഒരു മറ്റേ സ്പോർട്സിൻ്റെ എന്തോ ഒരു ജേഴ്സി ഇട്ടുകൊണ്ടാണ് വന്നത്. കാരണം നല്ല മാർക്കറ്റാണല്ലോ. ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇട്ടുകൊണ്ട് വന്നിട്ട് പൃഥ്വിരാജ് അവിടെ ഇരുന്ന് പറഞ്ഞത്, എൻ്റെ സെറ്റിലെ സ്ത്രീകൾ സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രം എൻ്റെ ഉത്തരവാദിത്വം തീരില്ലല്ലോ എന്ന് പറഞ്ഞ പൃഥ്വിരാജപ്പൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു വ്യക്തി, അവൻ സംവിധായകനോ എന്തോ ആണവൻ, അവൻ എന്ത് ചെയ്തു, ഒരു പെണ്ണിനെ കൊക്കക്കോള കൊടുത്ത് മയക്കി പീഡിപ്പിച്ചു. ആ മയക്കി പീഡിപ്പിച്ചവനെ അന്ന് അവിടെ നിന്ന് തെലങ്കാനയെന്നോ ആന്ധ്രയെന്നോ മുങ്ങി അവനെ പിന്നീട് കിട്ടുന്നത് പൃഥ്വിരാജിൻ്റെ സെറ്റിൽ നിന്നാണ്. അങ്ങനെയുള്ളൊരു സെറ്റപ്പിന് പൃഥ്വിരാജിൻ്റെ ബൈറ്റ് എടുക്കാനായിട്ട് മാധ്യമങ്ങളെ പോയിട്ട് മഷിയിട്ട് നോക്കിയിട്ടില്ല, അവനെ കിട്ടിയിട്ടില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഒന്നും അല്ല. എനിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു ഇരട്ടത്താപ്പായിട്ട് തോന്നി. ചിലപ്പോൾ എൻ്റെ മാത്രം തോന്നലായിരിക്കും, എനിക്കറിയില്ല. ചില ആൾക്കാർക്ക് ഇതെന്താണ് നല്ലൊരു സംഭവമായിട്ട് തോന്നി കാണും. കാരണം എന്തോ ഒരു വിശാല മനസ്സ്, ഒരു പീഡിപ്പിക്കാം, ഇങ്ങനെ പീഡിപ്പിച്ച ഒരു വ്യക്തിയെ രാജുവേട്ടൻ സഹായിച്ചു, അതൊരു നല്ല കാര്യമില്ല എന്നൊക്കെ ചില ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ ഇതിൽ ബൈറ്റ് എടുക്കാൻ നോക്കിയിട്ട് അണ്ണനെ കണ്ടില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ എമ്പുരാൻ സിനിമ വരുന്നത്. ആ എമ്പുരാൻ സിനിമ വന്നപ്പോൾ ആൻ്റണി പെരുമ്പാവൂരുമായിട്ട് ഈ വ്ളോഗിലൊക്കെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഡിസ്കഷനിലിരിക്കുന്നു, ഇൻ്റർവ്യൂവിലിരിക്കുന്നു. ആ സമയത്ത് ഒരാളിങ്ങനെ പൃഥ്വിരാജിനെ ഇങ്ങനെ ഫോൺ വിളിക്കുന്നു. ആ ഡിസ്കഷൻ്റെ ഇടയിലാണ്, ലൈവാണ്. ഫോൺ വിളിക്കുമ്പോൾ രാജപ്പൻ ഇങ്ങനെ ഫോൺ എടുക്കുന്നു. ഹലോ, പറയൂ. അയ്യോ ആണോ, ശരി 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 എന്ന് പറഞ്ഞ് ഫോൺ ഇങ്ങനെ കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്ത് രാജപ്പൻ ആൻ്റണി പെരുമ്പാവൂരിനെ, പ്രേക്ഷകരോടല്ല കേട്ടോ, ആൻ്റണി പെരുമ്പാവൂരിനോട് പറയാണ്, എമ്പുരാൻ 60 കോടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അപ്പുറത്തിരിക്കുന്ന ആങ്കർ എന്ത് ചോദിക്കും, എന്താ 60 കോടി കഴിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, നമ്മുടെ പ്രീ സെയിൽസ് 60 കോടി കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്ത് തിയേറ്ററിലേക്ക് കയറ്റി ഗുജറാത്ത് കലാപം എടുത്ത് വെച്ചിരിക്കുകയാണ് അതിനകത്തും. എന്നാൽ അതിനകത്ത് ഗോത്ര കലാപം കാണിക്കുന്നില്ല. അപ്പോൾ ഇത് കാണുമ്പോഴും സത്യം പറഞ്ഞാൽ അത് കാണുന്ന ആൾക്കാർക്ക് എന്താ തോന്നുക, ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ തല്ലിക്കൊല്ലുന്നു. ഇത് കാണുന്ന ആൾക്കാർക്ക് എന്ത് തോന്നും, ചോര തിളച്ച് വരുന്നൊരു സെറ്റപ്പ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇത് കാണുമ്പോഴും സത്യം പറഞ്ഞാൽ അവിടെ ഒരു ഇരട്ടത്താപ്പ് തോന്നി. പക്ഷേ കലയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, അമ്മച്ചിയാണ് തന്നെ. അതുകൊണ്ട് എനിക്ക് തോന്നിയില്ല, എനിക്ക് എന്താണ് ഞാൻ ഇത് ആക്കാനായിട്ട് നിവർത്തിയില്ല. ഞാൻ ഇനി കലയെക്കുറിച്ച് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മറ്റേ ഭരത് ഗോപിയില്ലേ, ഹൈ എന്ന് പറയുന്ന അയാളുടെ മോനുണ്ടല്ലോ, മുരളി ഗോപി, അയാളൊരു പേനയും പെൻസിലും എടുത്തിട്ട് ഒരു വെള്ള പേപ്പറിൻ്റെ മുകളിൽ ഒരു ഒപ്പിട്ട് പേന അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കലയെ കൊല ചെയ്യുന്നേ എന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത എൻ്റെ ഗതി എന്താകും. അതുകൊണ്ട് ഞാൻ അതും പറയാനായിട്ട് അർഹനല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ എമ്പുരാനോടുകൂടി ഇവിടെയുള്ള ഹൈന്ദവ സംഘടനകളെല്ലാം രാജപ്പൻ്റെ ഒടുവിലത്തെ സിനിമകളൊക്കെ തഴഞ്ഞു. അത് കഴിഞ്ഞൊരു പള്ളിച്ചട്ടമ്പി ഇറങ്ങി, 8 നില പൊട്ടി. പള്ളിച്ചട്ടമ്പി എന്ന് പറഞ്ഞ സിനിമ, പിന്നെ OTT ഒക്കെ ഉള്ളതുകൊണ്ട് വല്ലതൊക്കെ കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങിയ സിനിമയാണ് വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങി. ഈ വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങിയപ്പോൾ ആ പടത്തിൻ്റെ പ്രൊഡ്യൂസർ നെഞ്ചത്തടിയും നിലവിളിയായിട്ട് തെക്ക് വടക്ക് ഓടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വിലായത്ത് ബുദ്ധ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇതാണ് വരുന്നത്. അതായത് കുറേ ലിങ്കുകൾ വരും. അത് ആദ്യത്തെ ലിങ്ക്, പൃഥ്വിയുടെ വിലായത്ത് ബുദ്ധയ്ക്ക് ആകെ കിട്ടിയത് 6 കോടി, വൻ പരാജയം, തുറന്നു പറഞ്ഞ നിർമ്മാതാവ് ജയൻ നമ്പ്യാരാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ നിർമ്മാതാവ് AV അനൂപ്. നെഞ്ചത്തടിയും നിലവിളിയാണ്, കൈ പൊള്ളുകയല്ല, വാഷ് ഔട്ട് ആക്കി കളഞ്ഞു അതിൻ്റെ മക്കൾ എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ വന്നിരുന്ന് പറഞ്ഞത്. ഒപ്പുവെച്ച OTT കരാർ, അതായത് OTTക്ക് പോലും വേണ്ട. സത്യം പറഞ്ഞാൽ ഒരു സിനിമ ഇറക്കുമ്പോൾ നമ്മൾ 2 കോടി 3 കോടിയൊക്കെ മുടക്കി ഒരു സിനിമ ഇറക്കുമ്പോൾ ആ സിനിമ ഇപ്പോൾ വാഷ് ഔട്ട് ആയി കഴിഞ്ഞാലും OTT നമുക്കതിന് ചുരണ്ടാം, എവിടെയെങ്കിലുമൊക്കെ ചുരണ്ടാൻ പറ്റും. അങ്ങനെ ചുരണ്ടാനുള്ള സെറ്റപ്പ് ഉണ്ട്. അങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ പടമല്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളൊരു സെറ്റപ്പിലില്ലാണ്. പക്ഷേ OTTക്ക് പോലും വേണ്ട വിലായത്ത് ബുദ്ധ. വലിയ നഷ്ടമുണ്ടാക്കി എന്നാണ് നിർമ്മാതാവ് പറയുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള സെറ്റപ്പ്. അത് കഴിഞ്ഞാണ് സ്വന്തം ഭാര്യയെ വെച്ച്, വളരെ ആദരണീയമായിട്ടുള്ള സ്ത്രീയാണ് അവരെ വെച്ചുകൊണ്ട് ഒരു സിനിമ പൃഥ്വിരാജ് എടുത്തത്. അങ്ങനെ പൃഥ്വിരാജ് എടുത്തു കഴിഞ്ഞ ശേഷം പൃഥ്വിരാജിന് മനസ്സിലായി സെറ്റപ്പ് പണി പാളി. കാരണം എമ്പുരാന് ശേഷം ഹൈന്ദവ സംഘടനകൾ, എനിക്കും പ്രതിഷേധമുണ്ട്, ഞാനിനി അവൻ്റെ പടം ഒന്നും ഒരിടത്തും പോയി കാണില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ നിങ്ങൾക്ക് പോയി കാണാം, ഞാൻ കാണില്ലെന്നേ പറഞ്ഞുള്ളൂ. അതിനുള്ള ജനാധിപത്യമുള്ള അവകാശം എനിക്കില്ലേ, എനിക്ക് കാണണ്ട, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ അറിയാമല്ലോ, ഞാനൊരു പുരോഗമനവാദി ഒന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ച ഒരാളുടെ പടം എനിക്ക് കാണണ്ട എന്ന് എനിക്ക് തോന്നി. പക്ഷേ പൃഥ്വിരാജ് സാറിന് എപ്പോഴും സുഡാപ്പികളുടെ ഗംഭീര സപ്പോർട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. അവർ മാത്രം മതി പടമൊക്കെ വിജയിച്ച് പോയിക്കോളൂ. എന്തായാലും ഹൈന്ദവ സംഘടനകൾ പൃഥ്വിരാജിനെ വലിയ രീതിയിൽ
പ്രതിഷേധിക്കുന്നു, അയാൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നു. പക്ഷേ അതൊക്കെ ആ സമയത്ത് നമ്മുടെ രാജപ്പൻ അവിടെ ഇരുന്നു കൊണ്ട് ഒരു രൂപ പോലും പ്രൊമോഷന് പൈസയില്ലാതെ മാധ്യമങ്ങളിൽ നിരന്തരം വാർത്ത, കാരണം ആ സമയത്ത് എമ്പുരാൻ എന്ന് പറഞ്ഞൊരു പേര് മാത്രമാണ് കേൾക്കുന്നത്. അങ്ങനെ കേട്ട് കഴിഞ്ഞ ശേഷം നമ്മുടെ അണ്ണന് മനസ്സിലായി, ഞാൻ വലിയ സംഭവം തന്നെ എന്ന് പറഞ്ഞു. പിന്നെ ഇറങ്ങിയ 3-4 പടങ്ങൾ 8 നിലയെ പൊട്ടി. അപ്പോഴാണ് രാജമൗലിയുടെ പടത്തിൽ വലിഞ്ഞു കയറി അഭിനയിക്കുന്നുണ്ടെന്ന് കേട്ടത്, വാരണാസി. എന്തായാലും അത് ഞാൻ പോയി കാണാം, കാരണം രാജമൗലിയുടെ പടമാണല്ലോ, അതുകൊണ്ട് ഞാൻ കാണാം. പിന്നെ അതിനകത്ത് ഭഗവാൻ ശ്രീരാമൻ്റെ കേസൊക്കെയാണ് പറയുന്നത്, അറിയാമല്ലോ. ഭഗവാൻ ശ്രീരാമൻ്റെ പടമൊക്കെ വരുമ്പോൾ പോയി കാണുന്ന ഞാനൊരു പുരോഗമനവാദിയല്ല, എങ്കിലും ഞാനത് പോയി കാണുന്നു എന്നുള്ളത് എൻ്റെ മനസ്സിൻ്റെ ഒരു ആശ്വാസത്തിന് അങ്ങനെ കരുതിയാൽ മതി, തക്കുട് കുട്ടന്മാർ. അപ്പോൾ അങ്ങനത്തെ സെറ്റപ്പിലാണ് കാര്യങ്ങൾ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഇരുന്ന് സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പം മനോരമയിൽ ഒരു വാർത്ത കിടക്കുന്നു. ഞാനിത് എന്താടാ ഈ മനോരമയിലെ വാർത്ത എന്നിങ്ങനെ നോക്കിയതാണ്. എന്തായാലും ആ വാർത്ത നമുക്കൊന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കുക, എന്താണ് പറയുന്നതെന്ന് അറിയാമല്ലോ. ആ വാർത്ത യഥാർത്ഥത്തിൽ ഇത്തരത്തിലായിരുന്നു. ഒരു വിഭാഗത്തിനും പണി കൊടുക്കണമെന്ന് കരുതി ജീവിതത്തിലും സിനിമയിലും ഒന്നും ചെയ്തിട്ടില്ലെന്ന് നടൻ പൃഥ്വിരാജ്. എല്ലാ അഭിപ്രായത്തിനും വിലയുണ്ട്. പൃഥ്വിരാജ് എന്നയാൾ ഒരു കഥാപാത്രമല്ല. ചില തീരുമാനങ്ങളും അഭിപ്രായങ്ങളും തന്നെയും ബാധിക്കും. കലാ സ്വതന്ത്രവും ആരെയും എന്തിനേയും വിമർശിക്കാനാകുന്നതുമാവണം. രാഷ്ട്രീയം കലയെയാണ് സ്വാധീനിക്കുന്നതെന്നും പൃഥ്വിരാജ് കൊച്ചിയിൽ പറഞ്ഞു. ഞാൻ ഒരാളെയും ഒരു ചിന്തയും ഒരു വിഭാഗത്തെ മനഃപൂർവ്വം അവർക്കൊരു പണി കൊടുക്കണം എന്ന് വിചാരിച്ച് ഞാൻ ഒരു ലൈഫിൽ ഞാനൊരു കാര്യം ചെയ്തിട്ടില്ല. എനിക്ക് ഐ ഹാവ് മൈ ഓൺ ലിറ്റിൽ വേൾഡ്, അതിനകത്താണ് ഞാൻ ജീവിക്കുന്നത്. അതിന്റെ ശരികൾ, എന്റെ ചില ശരികൾ ഒരു വിഭാഗത്തിനും പണി കൊടുക്കണമെന്ന്. പാവം മനുഷ്യൻ, അദ്ദേഹം വന്നിട്ട് കേഴുകയാണ്. ഒരു വിഭാഗത്തിനും പണി കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല, എനിക്ക് എൻ്റെ ശരികളുണ്ട് എന്ന് പറയാൻ അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ കാണുമ്പോൾ പാവപ്പെട്ട ജനങ്ങൾക്ക് കാണാൻ പറ്റുന്ന പടമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി സിനിമ റിവ്യൂ ആണ് കേട്ടോ, അതൊക്കെ മാറ്റി നിർത്താം. കുറച്ച് ബുദ്ധി കൂടിയ ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന പടമാണ് പൃഥ്വിരാജിൻ്റെ സിനിമകളെന്ന് പറയുന്നത്. ഞാൻ അവസാനമായിട്ട് അങ്ങേരെ പോയി കണ്ടത് എമ്പുരാനാണ്, അത് ഡയറക്റ്റ് ചെയ്തതാണ്. അതിന് മുമ്പ് അദ്ദേഹം അഭിനയിച്ച സിനിമ ഞാൻ പോയി കാണുന്നത് അമർ അക്ബർ അന്തോണിയാണ്. നല്ല കിടിലൻ സിനിമയായിരുന്നു, കൈയടിച്ച് ആർത്ത് നിലവിളിച്ച് ചിരിച്ചിറങ്ങി വരാൻ പറ്റുന്ന ഒരു പടമായിരുന്നു അത്. പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന പല പടങ്ങളും ഉണ്ടല്ലോ, അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, നമുക്ക് സത്യം പറഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ സിനിമകളിലെല്ലാം കയറി കാണുമ്പോൾ മനസ്സിലാക്കണമെങ്കിൽ അഗാധമായിട്ടുള്ള പാണ്ഡിത്യം വേണം. ആ പാണ്ഡിത്യം ഇല്ലാത്തത് കൊണ്ടും ഞാൻ എന്ത് ചെയ്തു, സിനിമകളൊന്നും കാണുന്നില്ല എന്ന് വെച്ചു. എന്ത് തന്നെയായിരുന്നാലും വലിയ രീതിയിലുള്ള ബഹളമാണ് ഇപ്പോൾ പൃഥ്വിരാജ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് നമ്മൾ ഒരു നമ്മളൊരു ഐഡിയൽ സൊസൈറ്റി അല്ല എന്ന് അദ്ദേഹം പറയുന്നു. അതായത് ഒരു ഐഡിയൽ സൊസൈറ്റിയെ നേർവഴിക്ക് നയിക്കാനുള്ള ഒരു മാധ്യമമായി കല എപ്പോഴും സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ കല സ്റ്റാൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ ഒരു ഐഡിയൽ സൊസൈറ്റി വേണം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, നമ്മളൊരു ഐഡിയൽ സൊസൈറ്റി അല്ല എന്ന് അദ്ദേഹം അതിൽ അപകടം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം വീണ്ടും പറയുന്നു, നമ്മളെന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ ജനങ്ങളെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ പിന്നെ രാജ്യത്തിലെ എന്ന് പറഞ്ഞാൽ സംഖ്യകൾ മണ്ടക്കിട്ട് കയറും. രാജ്യത്തിലെ അല്ല ഉദ്ദേശിച്ചത്, ലോകത്തിലെ തന്നെ ജനങ്ങൾ ഐഡിയൽ അല്ല, ദേ ആർ നോട്ട് ഐഡിയൽ, ഞാൻ മാത്രമേ ഉള്ളൂ ഐഡിയൽ. അപ്പോൾ അവർ ഐഡിയൽ അല്ലാത്തത് കൊണ്ട് എന്താണ്, സത്യം പറഞ്ഞാൽ ഈ സിനിമയാണ് സമൂഹത്തെ രൂപവൽക്കരിക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ സമൂഹമാണ് എന്തിനെ രൂപവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നത്, കലയെ രൂപവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് സമൂഹമാണ് കലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് ഇവിടെ ഒരു പാവപ്പെട്ട സിനിമാ നിർമ്മാതാവിനും ഒരു സിനിമാ പ്രവർത്തകനായിട്ടുള്ള എനിക്കും ഒരു പടം പോലും ഇറക്കാൻ പറ്റാത്തൊരു സ്ഥിതിയായിപ്പോയി എന്നാണ് അദ്ദേഹം ബേസിക്കലി പറയുന്നത്. എന്തായാലും എമ്പുരാൻ ഇറങ്ങിയ സമയത്ത് മോഹൻലാൽ സത്യം പറഞ്ഞാൽ ഈ സിനിമ എന്താണെന്ന് അറിഞ്ഞില്ല. ബേസിക്കലി ഞാൻ മോഹൻലാലിനോട് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് അറിഞ്ഞ സംഭവമാണ് ചോർത്തിത്തരാം. മോഹൻലാൽ യഥാർത്ഥത്തിൽ അറിഞ്ഞില്ല. ഈ ആശീർവാദ് സിനിമാസ്, നമ്മുടെ ആൻ്റണി പെരുമ്പാവൂർ അണ്ണനുണ്ട്, അണ്ണനാണ് ഈ കഥ മൊത്തം കേട്ടിട്ട് ലാലേട്ടനോട് പറയുന്നത്, അണ്ണ അഭിനയിച്ചോണ്ണ എന്ന് പറയുന്നത്. ഇനി അണ്ണന് കടം കയറുമ്പം ദൃശ്യം 4 കൂടി കാണേണ്ടി വരുമല്ലോ ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും അതൊക്കെ പോട്ടെ. അപ്പോൾ അണ്ണനോട് അഭിനയിക്കാൻ പറഞ്ഞു, അണ്ണൻ അഭിനയിച്ചു. അണ്ണൻ ആദ്യത്തെ ഷോ കണ്ട് ഞെട്ടി പുറത്തേക്ക് ഇറങ്ങി വരുന്ന ലാലേട്ടൻ്റെ ആ ഒരു മാനറിസം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അത് കഴിഞ്ഞ് ലാലേട്ടൻ ഒരു മാപ്പ് പറഞ്ഞു, എമ്പുരാൻ സിനിമയിൽ മാപ്പ് എന്ന് പറഞ്ഞു. കാരണം ഞാൻ അറിഞ്ഞില്ല എന്നുള്ള രീതിയിൽ ലാലേട്ടൻ പറഞ്ഞു. അറിഞ്ഞില്ല എന്ന് തുറന്നു പറയാൻ പറ്റില്ലല്ലോ, നാണക്കേടല്ലേ. എന്നിട്ട് പൃഥ്വിരാജിനോട് അദ്ദേഹം എന്ത് ചെയ്തു, ഇത് പറയാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അത് നിരാകരിച്ചു എന്നാണ് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് എനിക്കറിയാനായിട്ട് സാധിച്ചത്. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു, ഷെയർ ചെയ്തു. ഈ മാപ്പ് ഷെയർ ചെയ്തിട്ട് നെഞ്ചും പിരിച്ചിങ്ങനെ നിന്നു. ഇപ്പോൾ അതൊക്കെ പോയി. ഇപ്പോൾ സത്യം പറഞ്ഞു കൊല്ലല്ലേ സാറേ എന്ന് നമ്മുടെ ചെമ്പ വിനോദ് പറയുന്നത് പോലെയാണ് പൃഥ്വിരാജിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ സങ്കടമുണ്ട്. എങ്കിലും ഞാൻ വീണ്ടും പറയുകയാണ്, എൻ്റെ ഒരു ജനാധിപത്യപരമായിട്ട് എനിക്ക് പറയാമല്ലോ. സുരേഷ് ഗോപിയൊക്കെ പറയുന്നത് പോലെ, സുരേഷ് ഗോപി മറ്റേ പറയില്ലേ, അതായത് അവിശ്വാസികളായിട്ടുള്ള ആൾക്കാർ നശിച്ച് നാറാണ കല്ലെടുത്ത് പോകുന്നത് കാണാനാണ് എനിക്ക് ആഗ്രഹം എന്ന് പറയില്ല. അതുപോലെ ജനാധിപത്യപരമായിട്ട് ഞാൻ പറയുകയാണ്,
എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾ കുത്തുവാള എടുക്കുന്ന കാണുമ്പോൾ വല്ലാത്ത സന്തോഷമാണെന്ന് എനിക്ക് പറയാതിരിക്കാൻ ഞാൻ പറഞ്ഞല്ലേ ഒരു പുരോഗമനവാദിയൊന്നുമല്ല, ജോർജ് കുട്ടിയെ പോലെ ഒരു പാവം ചൊരയും നീതിയുള്ള മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് കുത്തുവാള എടുത്ത് മുടിഞ്ഞ് മുണ്ടക്കോലെടുക്കണം എന്നാണ് എൻ്റെ ബേസിക്കലി ഉള്ള ആഗ്രഹം. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, ഒന്ന് തോന്നല്ലേ. ശരി.